ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പാവയ്ക്ക തോരനാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പാവയ്ക്ക, ചില സ്ഥലങ്ങളിൽ കൈപ്പയ്ക്ക എന്നൊക്കെ പറയും. അപ്പോൾ അതിനായിട്ട് ഞാൻ കൈപ്പയ്ക്ക ഒരു മീഡിയം സൈസ് കൈപ്പയ്ക്ക 2 എണ്ണമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് ചെറുതാക്കി നൈസാക്കിയിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ ഒരു അരമണിക്കൂറോളം ഞാൻ പുളിവെള്ളത്തിൽ ഇട്ട് വെക്കാറുണ്ട്. അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നല്ലപോലെ കഴുകി ഞാനൊരു പാത്രത്തിലേക്ക് സ്റ്റവ് ഓണാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനൊന്ന് ഫ്ലെയിം ഓണാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തിളപ്പിച്ച് ഊറ്റിയെടുക്കുമ്പോൾ നല്ല കയ്പ്പുള്ള കയ്പ്പയ്ക്കാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കയ്പ്പ് കാച്ചുമ്പോൾ കയ്പ്പയ്ക്കയിൽ കുറവായിട്ടാണ് വരിക. അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ കയ്പ്പ് ചേരും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവും. നല്ല കയ്പ്പാകുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്നത്. അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു വറ്റൽമുളക് പൊട്ടിച്ചതും, പിന്നെ ഒരു 3 പച്ചമുളക് ചതച്ചതും, ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 5 വെളുത്തുള്ളി ചതച്ചതും, ഒരു സവോള കട്ട് ചെയ്തതും, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കറിയാം ഒരു മണം വരും, നല്ലൊരു മണം വരും. അപ്പോൾ ആ സമയം ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കയ്പ്പയ്ക്ക ഞാൻ വെള്ളം ഇല്ലാതെ ഊറ്റി എടുക്കുന്നുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ ഊറ്റിയെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ 3/4 ഭാഗം കയ്പ്പ് വെള്ളത്തിലേക്ക് വരും. അപ്പോൾ കയ്പ്പയ്ക്കയിൽ നമ്മുടെ കറിക്ക് കയ്പ്പ് കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഊറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല. കയ്പ്പ് പ്രശ്നമില്ലാത്തവർക്ക് നല്ലതുപോലെ കഴുകിയിട്ട് ഇതുപോലെ ഉള്ളിമുളകും കാച്ചുമ്പോൾ അതിലിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇതിലേക്ക് ആ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ട് വെച്ചെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുന്നേ നമ്മൾ ഉപ്പ് ഇട്ടതായാലും ഉള്ളി മുളകൊക്കെ കാച്ചുമ്പോൾ ഉപ്പ് കുറവായിട്ട് വരും. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 മുറി തേങ്ങ ചിരകിയതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്കിതിൽ വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ട് വെച്ചിങ്ങനെ ഒന്ന് വലിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഞാനിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം വളരെ കുറവിൽ മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്കയിലത്തെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല അടിപൊളി തോരനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ വെള്ളം ഊറ്റിയിട്ട് എടുത്ത കാരണം നമ്മുടെ മക്കൾക്കൊക്കെ കഴിക്കുമ്പോൾ അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.